യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. കാര്യം പന്തിയല്ലെന്ന് കണ്ടപ്പോ രണ്ടെണ്ണത്തിനും വേണ്ടത് കൊടുത്തിട്ട് ഞാനിങ്ങ് പോന്നു. തല്ലിയോ? അല്ലാതെ നിവൃത്തിയില്ലെന്ന് വന്നു. നീ എന്ത് അബദ്ധമായി കാണിച്ചെന്നറിയോ? എനിക്ക് ആ സമയത്ത് അങ്ങനെ ചെയ്യാനാ തോന്നിയത്. എന്തായാലും ഒരു കാര്യം എനിക്ക് മനസ്സിലായി, എന്റെ ഒപ്പില്ലാതെ അവർക്ക് ആ സ്ഥലവും വീടും വിൽക്കാനാവില്ല. പൂജ ഞാനാണെന്ന് കരുതി അവരൊപ്പ് വാങ്ങിക്കാൻ നിർബന്ധിക്കുന്നുണ്ടാവും, പക്ഷെ അമ്മ സമ്മതിക്കുന്നുണ്ടാവില്ല. അപ്പം അവർക്ക് എഴുതി കൊടുത്ത സ്വത്തില് നിനക്കും അവകാശമുണ്ടെന്ന് അർത്ഥം. അതെ, ഒരുപക്ഷെ കൊല്ലാൻ കൊടുത്തുവിട്ട കുഞ്ഞ് ജീവനോടെ ഉണ്ടെന്നറിഞ്ഞ് അലിവ് തോന്നി മുത്തശ്ശൻ ചെയ്തു വെച്ച കാര്യാവാം. എന്തായാലും ജീവിതത്തിൽ സംഭവിക്കില്ല എന്ന് കരുതിയ കാര്യം നടന്നു. ശ്രീ, ഞാൻ എന്റെ അമ്മയും അച്ഛനെയും കണ്ടു. അമ്മ പൂജയോട് കാണിക്കുന്ന സ്നേഹവും അടുപ്പവും കണ്ടപ്പോ ഒരു നിമിഷം ഞാൻ തകർന്നുപോയി. ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം അമ്മയുടെ മകളായി അവരുടെ കൂടെ ജീവിക്കണമെന്ന് എനിക്ക് തോന്നി. അത് ഞാൻ സാധിക്കും. പക്ഷേ അതിനു മുമ്പ് കുറച്ച് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. അതിന് നീ എൻ്റെ കൂടെ ഉണ്ടാവണം. നിനക്കപ്പം അച്ഛനായി അമ്മയായി, എന്തിന് ഭർത്താവും ബന്ധുക്കളും വരെയായി. ഞാൻ വെറും ഏഴാം കൂലി. നീ എന്താ അങ്ങനെ പറഞ്ഞ? ഞാൻ പറഞ്ഞ ശരിയല്ലേ? അത് കുറച്ചു കാലത്തേക്കുള്ള അഭിനയല്ലേ? പിന്നെ അഭിനയം, പലതരത്തിലുള്ള അഭിനയത്തെ കുറിച്ച് കേട്ടിട്ടുണ്ട്. പക്ഷേ ഭാര്യയായിട്ട് അഭിനയിക്കാൻ അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. അല്ല, ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ ഭാര്യയായിട്ടുള്ള അഭിനയത്തില് എല്ലാ തരത്തിലുള്ള റിലേഷനും ഉണ്ടോ? ശ്രീകുമാറേ, നിന്നെ സംബന്ധിച്ചിടത്തോളം അതും തടസ്സമാവില്ലല്ലോ.